നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇന്ന് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കായ്ച്ചു നിൽക്കുന്ന തായ്ക്കുള്ള മാങ്കോ. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പച്ച തന്നെ കാണിക്കണമെന്ന്. അപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. പിന്നെ ഇതിന് ഫ്ലഷ് കുറവാണ്. അപ്പം അത് പഴുത്ത് കഴിഞ്ഞാലും പിന്നെ ടേസ്റ്റും ഇല്ല. അപ്പം പച്ചയിൽ ചമ്മന്തി അടിക്കാനും അതേമാതിരി കറിയൊക്കെ ഇടാനൊക്കെയാണ് രസം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പച്ചയിൽ പറിച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രോസൺ ചെയ്ത് സൂക്ഷിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് പറിച്ച് നോക്കാം. അപ്പോൾ പറിക്കേണ്ട ശ്രദ്ധ എന്താ വെച്ചാൽ ഇവിടുത്തെ കൊണ്ട് നമുക്ക് ഇത് പ്രൂൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേച്ച് വേണം കട്ട് ചെയ്യാൻ. ഉണ്ടോ? ഇതേപോലെ കേറ്റ് വേണം കട്ട് ചെയ്യാനും. അല്ലെങ്കിൽ മാങ്ങ പറിച്ചുള്ളത് എന്താ വെച്ചാൽ ഇവിടെ കരിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷം ആകുമ്പോഴത്തേനും മാങ്ങ ഉണ്ടാവലൊക്കെ കുറവാകും. എന്തായാലും നമുക്ക് ഈ മാങ്ങകളൊക്കെ ഒന്ന് പറിക്കാം. ഇത് വെയിറ്റ് കുറയുന്നതനുസരിച്ച് മാവ് മേലേക്ക് പോകുന്നുണ്ട്. എന്താ പൊന്തില്ല. ഏകദേശം മാങ്ങൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി വണ്ടിയുണ്ട് ചർച്ച്. കാരണം കുറേ മാങ്ങുണ്ട്. ബാക്കി ടൈമൊന്ന് പഴുത്തോട്ടെ വിചാരിച്ച്. കാരണം അത്രക്കും മാങ്ങുണ്ട്. ഇതൊക്കെ കൂടെ ഫ്രിഡ്ജിൽ കയറ്റുമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്ര മതി വിചാരിച്ചു. 6 മാസത്തിന് അതായത് വർഷക്കാലത്തിനൊക്കെ ഉള്ള മാങ്ങ ഇവിടെ റെഡിയായിട്ടുണ്ട്. പിന്നെ ഇത് എന്താണ് ഫിഷ് മാംഗോ കറിയൊക്കെ കഴിച്ചവർക്ക് അറിയാം. ഇത് മാങ്ങ നല്ല രസമാണ് കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ. അപ്പം തായ്ക്കുള്ള മാവ് ഇതേപോലത്തെ പഴുത്ത രസമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് ഇതേപോലെ ചെയ്യേണ്ടത് ശ്രദ്ധിക്കാം. അപ്പം ഇത് ഇങ്ങനെയല്ല ഫ്രിഡ്ജിൽ കയറ്റേണ്ടത്. എല്ലാവരും ഇത് തോലൊക്കെ പീൽ ചെയ്തിട്ട് പിന്നെ ഫ്ലഷ് ആക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാതെ. അല്ലാതെ ഇത് ഇങ്ങനെയല്ല. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.